ആദ്യകാലം മുതൽക്കേ ഗോപന്മാർ ഇന്ദ്രനെയാണ് ആരാധിച്ചിരുന്നത്. എന്നാൽ തങ്ങളെ പോറ്റുന്ന ഭൂമിയെയാണ് പൂജിക്കേണ്ടതെന്ന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു. ഇതനുസരിച്ച് ഗോപന്മാർ ഇന്ദ്രപൂജ നിർത്തി ഭൂമിദേവിയെ പൂജിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ ദേവേന്ദ്രൻ കോപിച്ച് യാദവരെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. 7 ദിവസം നിർത്താതെ മഴ പെയ്യിക്കാൻ വരുണനോട് ആജ്ഞാപിച്ചു. ആകാശം ഇരുണ്ടു, തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്തു. കുടിലുകൾ തകർന്നു, കന്നുകാലികൾ നിലവിളിച്ചു. പരിഭ്രാന്തരായ ഗോപന്മാർ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചു. ഇന്ദ്രന്റെ അഹങ്കാരം കണ്ടപ്പോൾ ശ്രീകൃഷ്ണന് കോപം വന്നു. അദ്ദേഹം സമീപത്തുള്ള ഗോവർദ്ധന പർവ്വതം ഇടം കൈകൊണ്ടുയർത്തി കുടപോലെ പിടിച്ചു. ഭഗവാന്റെ സ്പർശനത്താൽ ഗോവർദ്ധനം പൂവ് പോലെ കനം കുറഞ്ഞു. ആകാശത്ത് ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് ഗർജിച്ചു, ഹേ ദേവേന്ദ്ര, നിനക്കറിയാമോ നീ ആരോടാണ് പോരാടിയതെന്ന്? കൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ഇന്ദ്രൻ ഞെട്ടിവിറച്ചു. താൻ വരുത്തിയ ഗുരുതരമായ അബദ്ധം അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. ഉടൻ തന്നെ ഇന്ദ്രൻ വിറയലോടെ കൃഷ്ണന്റെ കാൽക്കൽ വീണുമാപ്പിരുന്നു. പശ്ചാത്താപ വിവശനായ ഇന്ദ്രനെ നോക്കി കൃഷ്ണൻ പുഞ്ചിരിച്ചു.